ഒരു ഇവന്റിൽ സംസാരിച്ചിറങ്ങിയപ്പോഴത്തേനും ഒരു പാരന്റ് എന്നോട് പേഴ്സണലി വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, ബിടെക് കഴിഞ്ഞിട്ട് മോനെ ഏത് ഡിഗ്രിക്ക് വിടുന്നതാണ് നല്ലത്? ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി. പക്ഷേ എനിക്ക് അവരോട് കുറച്ചുകൂടി സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ആ അമ്മയ്ക്ക് എന്താണ് ഈ പറയുന്ന ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി എന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെന്നോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, മാം ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടില്ലേ എന്തൊക്കെ ചെയ്താലും ഒരു ഡിഗ്രി എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ആദ്യം എന്തായാലും ബിടെക്കിന് വിടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ഡിഗ്രിക്കാണ് ഞങ്ങൾ വിടേണ്ടത്? BA ആയിരിക്കുമോ BSc ആയിരിക്കുമോ നല്ലതെന്നുള്ളത്. അപ്പോൾ ഞാൻ ടോട്ടലി അത്, കാരണം ആ ചോദ്യത്തിൻ്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പക്ഷെ ഇതിന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചത്, ഇതുപോലെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കുറേ ആൾക്കാർ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇത് കേൾക്കുന്ന നിങ്ങൾ ചിലർ വിചാരിക്കും, ഇതൊക്കെ എന്തോ ചോദ്യം, ഇതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ലയോ എന്ന്. ഇല്ല, ഇതൊന്നും അറിയാത്ത ആൾക്കാരും ഉണ്ട്. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ നാളുകൾക്ക് മുമ്പേ ഞാൻ യൂട്യൂബിൽ വളരെ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ BA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നത്, എന്താണ് മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുന്നതെന്നൊക്കെ. അപ്പോൾ അത് കാണാത്തവരൊന്ന് അത് കണ്ടു നോക്കുക, അത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഹൗവർ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെയ്യുന്നില്ലേ, ആ സംഭവമാണ് ഈ ഡിഗ്രി എന്ന് പറയുന്നത്. അത് BA ആവാം, BSc ആവാം, BTech ആവാം, BBA ആവാം. അതേപക്ഷം ഈ ബാച്ചിലർ, അതാണ് ഈ B എന്ന് പറയുന്ന സംഭവം, ഇതെല്ലാം ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാമുകളാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട സാധനത്തിൻ്റെ പേര് മാസ്റ്റർ ഡിഗ്രി എന്നാണ്. അതാണ് മോസ്റ്റ് ഓഫ് ദ സാധനങ്ങളുടെ പേര് M-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മാസ്റ്റർ എന്നുള്ള വാക്കാണിത്. MA, MSc, MTech, MBA കേട്ടിട്ടില്ലേ? അപ്പോൾ ബാച്ചിലർ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി. ഈ ബാച്ചിലർ ഡിഗ്രിയുടെ വേറൊരു പേരാണ് UG എന്ന് പറയുന്നത്. മാസ്റ്റർ ഡിഗ്രിയുടെ വേറൊരു പേര് PG. മലയാളത്തിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.